ഹായ് ഓൾ, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇതേതാ മരം നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് റംബൂട്ടാൻ്റെ മരം കേട്ടോ. കഴിഞ്ഞ വർഷം ഇതിൽ ഒരു പച്ചക്കളർ പോലും ഞങ്ങൾ കണ്ടിട്ടില്ല. ഫുൾ റെഡായിരുന്നു. അത്രത്തോളം റംബൂട്ടാനായിരുന്നു കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് കിട്ടിയത്. കറക്റ്റ് ഞങ്ങൾ കഴിഞ്ഞ വെക്കേഷന് വന്നപ്പം ഞങ്ങൾക്ക് ഒരുപാട് റംബൂട്ടാൻ കിട്ടി. ഞങ്ങളുടെ ആവശ്യത്തിനുണ്ടായിരുന്നു, നമ്മുടെ അറിയുന്ന ആൾക്കാർക്കെല്ലാം കൊടുത്തു. അത് കഴിഞ്ഞിട്ട് വിൽക്കാനും കിട്ടി. എന്നാൽ ഇത്തവണ പാലക്കാടിൻ്റെ ചൂട് നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ. ഈ ചൂടത്ത് വളരെ കുറച്ച്, അത് അവിടെ ഇവിടെ ഓരോ റംബൂട്ടാൻ മാത്രമേ ഞങ്ങൾക്ക് കിട്ടിയുള്ളൂ. അപ്പോൾ അതിങ്ങനെ പഴുത്ത് നിൽക്കുന്നത് കാണുമ്പോൾ നമുക്കൊന്നും സഹിക്കത്തില്ലല്ലോ. അതുകൊണ്ട് പ്രവീൺ ചാനും അച്ചാച്ചനും ചെക്കനും കൂടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് മുമ്പേ അവർ പറിക്കാൻ അങ്ങ് പോയി. റംബൂട്ടാന് ഭയങ്കര ഡിമാൻഡാട്ടോ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് റംബൂട്ടാൻ. കഴിഞ്ഞ തവണ വെക്കേഷൻ വന്നിട്ട് കഴിച്ചിട്ട് നമ്മൾ കുറച്ച് അങ്ങോട്ട് കൊണ്ടുപോയി. അത് തീർന്നതിന് ശേഷം പിന്നെയും കൊതിയങ്ങ് മാറാതെ ഡൻസിലെല്ലാം കയറി തപ്പി റംബൂട്ടാൻ ഉണ്ടോയെന്ന്. പക്ഷെ അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അത് കണ്ടിട്ട് അത്ര വലിയ നല്ലതായിട്ട് തോന്നിയില്ല, ഒരു ഫ്രഷ്നെസ് തോന്നിയില്ല. നമ്മൾ നാട്ടിൽ നിന്ന് ഇങ്ങനെ പറിച്ച് കഴിക്കുന്നതും കടയിൽ നിന്ന് വാങ്ങി കഴിക്കുന്നതും ഭയങ്കര വ്യത്യാസമുണ്ടെന്ന് അപ്പോഴാണ് മനസ്സിലായിട്ടോ. റംബൂട്ടാൻ ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ളത് കേട്ടോ. ഇതിൽ പൊട്ടാഷ്യം ലെവൽ ഭയങ്കര ഹൈ ആണെന്നാണ് പറയുക. പൊട്ടാഷ്യം റിച്ച് ആണത്, ഫൈബർ റിച്ച് ആണ്. അതേപോലെ വൈറ്റമിൻസും മിനറൽസും, വൈറ്റമിൻ സി ആണ് ഇതിനകത്ത് റംബൂട്ടാനിൽ ഏറ്റവും കൂടുതൽ. പക്ഷേ ഒരു കുഴപ്പമുണ്ട്, ഇതിനകത്ത് ഷുഗർ കണ്ടൻറ്റ് കൂടുതലാണ്. അപ്പം ഈ ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർക്കെല്ലാം ഷുഗർ ഇത്തിരി കൂടാൻ ചാൻസ് ഉണ്ട്. പക്ഷേ എന്നാൽ ഒരു 5 to 6 ഒരു ദിവസം കഴിക്കുന്നതുകൊണ്ട് തെറ്റില്ല എന്നും പറയുന്നുണ്ട്. കണ്ടോ, എവിൻകുട്ടന് ഭയങ്കര ഇഷ്ടമായി റംബൂട്ടാൻ. എവിൻകുട്ടൻ മാത്രമല്ല, ഇവിടെയുള്ള എല്ലാവർക്കും ഇഷ്ടമാണ്. എന്നാലും ഇത് കഴിച്ചാലും മതിയാവത്തില്ല.